ആനീസ് ലോഗോ സ്റ്റഡി എന്ന ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ദൈവ തിരുനാമത്തിന് സ്തുതി. ന്യായാധിപന്മാർ 6-ാം അധ്യായത്തിലെ ചോദ്യോത്തരങ്ങൾ. ചോദ്യം 1. തിന്മ ചെയ്ത ഇസ്രായേൽ ജനത്തെ 6-ാം അധ്യായം 1-ാം വാക്യപ്രകാരം ആരുടെ കൈകളിലാണ് ഏൽപ്പിച്ചു കൊടുത്തത്? ഉത്തരം മിദ്യാൻകാരുടെ. ചോദ്യം 2. എത്ര വർഷത്തേക്കാണ് മിദ്യാൻകാരുടെ കൈകളിൽ ഇസ്രായേൽ ജനത്തെ ഏൽപ്പിച്ചു കൊടുത്തത്? ഉത്തരം 7 വർഷത്തേക്ക്. ചോദ്യം 3. ഇസ്രായേലിൻ്റെ മേൽ ശക്തിപ്പെട്ടത് ആരുടെ കരമായിരുന്നു? ഉത്തരം മിദ്യാൻകാരുടെ കരം. ചോദ്യം 4. മിദ്യാൻകാരെ ഭയന്ന് ഇസ്രായേൽക്കാർ എന്തെല്ലാമാണ് നിർമ്മിച്ചത്? ഉത്തരം പർവ്വതങ്ങളിൽ മാളങ്ങളും ഗുഹകളും ദുർഗങ്ങളും. ചോദ്യം 5. ഇസ്രായേൽക്കാർ വിത്ത് വിതച്ച് കഴിയുമ്പോൾ ആരെല്ലാം വന്നാണ് അവരെ ആക്രമിച്ചത്? ഉത്തരം മിദ്യാൻകാരും അമലേക്യരും പൗരസ്ത്യരും. ചോദ്യം 6. എവിടം വരെയുള്ള വിളവെല്ലാമാണ് നശിപ്പിച്ചത്? ഉത്തരം ഗാസയുടെ പരിസര പ്രദേശം വരെയുള്ള വിളവെല്ലാം. ചോദ്യം 7. ജീവസന്ധാരണത്തിന് എന്തെല്ലാം ഇസ്രായേലിൽ ശേഷിച്ചില്ല എന്നാണ് 6-ാം അധ്യായം 4-ാം വാക്യപ്രകാരം പറയുന്നത്? ഉത്തരം ആടോ മാടോ കഴുതയോ. ചോദ്യം 8. മിദ്യാൻകാരും അമലേക്യരും പൗരസ്ത്യരും കന്നുകാലികളിലും കൂടാര സാമഗ്രികളിലുമായി എന്തുപോലെയാണ് സംഖ്യാതീതമായി വന്നുകൂടിയത്? ഉത്തരം വെട്ടുകിളികളെ പോലെ. ചോദ്യം 9. മിദ്യാൻകാരും അമലേക്യരും പൗരസ്ത്യരും എന്തിലെല്ലാമാണ് വെട്ടുകിളികളെ പോലെ സംഖ്യാതീതമായിരുന്നത്? ഉത്തരം കന്നുകാലികളിലും കൂടാര സാമഗ്രികളിലും. ചോദ്യം 10. മിദ്യാൻകാരും അമലേക്യരും പൗരസ്ത്യരും അവരുടെ എന്താണ് എണ്ണമറ്റവയായിരുന്നുവെന്ന് പറയുന്നത്? ഉത്തരം അവരുടെ ഒട്ടകങ്ങൾ. ചോദ്യം 11. മിദ്യാൻകാരും അമലേക്യരും പൗരസ്ത്യരും വരുന്നതോടെ എന്താണ് ശൂന്യമാകുന്നത്? ഉത്തരം അവരുടെ ദേശം. ചോദ്യം 12. ന്യായാധിപന്മാർ 6-ാം അധ്യായം 6-ാം വാക്യമനുസരിച്ച് ആര് നിമിത്തമാണ് ഇസ്രായേൽക്കാർ വളരെ ശോഷിച്ചത്? ഉത്തരം മിദ്യാൻകാർ നിമിത്തം. ചോദ്യം 13. ഇസ്രായേൽക്കാർ മിദ്യാൻ നിമിത്തം കർത്താവിനോട് നിലവിളിച്ചപ്പോൾ ഇസ്രായേലിന് ദൈവം ആരെയാണ് അയച്ചത്? ഉത്തരം ഒരു പ്രവാചകനെ. ചോദ്യം 14. എവിടെ നിന്ന് നിങ്ങളെ ഞാൻ ഇറക്കിക്കൊണ്ടുവന്നു എന്നാണ് ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് പറയുന്നത്? ഉത്തരം ഈജിപ്തിൽ നിന്ന്, ദാസ്യ ഭവനത്തിൽ നിന്ന്. ചോദ്യം 15. ആരുടെയെല്ലാം കൈകളിൽ നിന്ന് നിങ്ങളെയെല്ലാം മോചിപ്പിച്ചുവെന്നാണ് ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നത്? ഉത്തരം ഈജിപ്തുകാരുടെയും പീഡകരുടെയും കൈകളിൽ നിന്ന്. ചോദ്യം 16. നിങ്ങളുടെ മുൻപിൽ അവരെ ഞാൻ എന്തു ചെയ്തുവെന്നാണ് പറയുന്നത്? ഉത്തരം നിങ്ങളുടെ മുമ്പിൽ അവരെ ഞാൻ തുരത്തി. ചോദ്യം 17. എന്താണ് ദൈവമായ കർത്താവ് ഉദ്ബോധിപ്പിച്ചത്? ഉത്തരം ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവെന്ന്. ചോദ്യം 18. നിങ്ങൾ വസിക്കുന്ന ദേശത്തെ ഡാഷ് ഡാഷ് നിങ്ങൾ വന്ദിക്കരുത്, പൂരിപ്പിക്കുക അമോര്യരുടെ ദേവന്മാരെ. ചോദ്യം 19. 6-ാം അധ്യായം 10-ാം വാക്യപ്രകാരം എന്താണ് വകവെച്ചില്ല എന്ന് പറയുന്നത്? ഉത്തരം എൻ്റെ വാക്ക്. 20. കർത്താവിൻ്റെ ദൂതൻ എവിടെ നിന്ന് വന്നുവെന്നാണ് പറയുന്നത്? ഉത്തരം ഓഫ്രായിൽ നിന്ന്. 21. യോവാഷ് ഏതു വംശജനായിരുന്നു? ഉത്തരം അബിയേസർ വംശജൻ. ചോദ്യം 22. കർത്താവിൻ്റെ ദൂതൻ എവിടെയാണ് ഇരുന്നത്? ഉത്തരം യോവാഷിൻ്റെ ഓക്ക് മരത്തിന് കീഴിൽ. ചോദ്യം 23. യോവാഷിൻ്റെ പുത്രൻ ആർ? ഉത്തരം ഗിദയോൻ. ചോദ്യം 24. മിദ്യാൻകാർ കാണാതിരിക്കാൻ വേണ്ടി ഗിദയോൻ എന്താണ് ചെയ്തത്? ഉത്തരം മുന്തിരിച്ചക്കിൽ ഗോതമ്പ്
മെതിക്കുകയായിരുന്നു. ചോദ്യം 25. കർത്താവിൻ്റെ ദൂതൻ ഗിദെയോനോട് എന്താണ് പറഞ്ഞത്? ഉത്തരം: ധീരനും ശക്തനുമായ മനുഷ്യ, കർത്താവ് നിന്നോട് കൂടെ. ചോദ്യം 26. പ്രഭു, കർത്താവ് ഞങ്ങളോട് കൂടെ ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഇതെല്ലാം ഞങ്ങൾക്ക് സംഭവിക്കുന്നത്? ഇത് ചോദിച്ചത് ആരോട്? ഉത്തരം: യോവാഷിൻ്റെ പുത്രൻ ഗിദെയോനോട്. യോവാഷിൻ്റെ പുത്രൻ ഗിദെയോൻ കർത്താവിൻ്റെ ദൂതനോട്. ചോദ്യം 27. കർത്താവിൻ്റെ ദൂതനെ ഗിദെയോൻ എപ്രകാരമാണ് അഭിസംബോധന ചെയ്തത്? ഉത്തരം: പ്രഭു എന്ന്. ചോദ്യം 28. ഗിദെയോൻ കർത്താവിൻ്റെ ദൂതനോട് രണ്ടാമത് ചോദിച്ച ചോദ്യമെന്ത്? ഉത്തരം: ഈജിപ്തിൽ നിന്ന് കർത്താവ് ഞങ്ങളെ കൊണ്ടുവന്നില്ലയോ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ പൂർവികന്മാർ വിവരിച്ചു തന്ന അവിടുത്തെ അത്ഭുത പ്രവൃത്തികൾ എവിടെ എന്ന്. ചോദ്യം 29. 6-ാം അധ്യായം 13-ാം വാക്യപ്രകാരം കർത്താവ് ഞങ്ങളെ ഉപേക്ഷിച്ച് ഡാഷ് കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു? പൂരിപ്പിക്കുക. ഉത്തരം: മിദ്യാൻകാരുടെ. ചോദ്യം 30. ഗിദെയോൻ ഏത് ഗോത്രത്തിൽപ്പെട്ടവനാണ്? ഉത്തരം: മനാസയുടെ ഗോത്രത്തിൽ. ചോദ്യം 31. മനാസയുടെ ഗോത്രത്തിൽ എൻ്റെ വംശം ഏറ്റവും ദുർബലമാണ്, എൻ്റെ കുടുംബത്തിൽ ഏറ്റവും നിസ്സാരനുമാണ് ഞാൻ. ഈ വാക്യം പറഞ്ഞത് ആർ? ഉത്തരം: ഗിദെയോൻ. ചോദ്യം 32. മനാസയുടെ ഗോത്രത്തിൽ ഏറ്റവും ദുർബലമായ വംശം ഏത്? ഉത്തരം: അബിയേസർ വംശം. ചോദ്യം 33. ഡാഷ് എന്ന പോലെ മിദ്യാൻകാരെ നീ നിഗ്രഹിക്കും? പൂരിപ്പിക്കുക. ഉത്തരം: ഒറ്റയാളെ എന്ന പോലെ. ചോദ്യം 34. 6-ാം അധ്യായം 17-ാം വാക്യപ്രകാരം അവിടുന്ന് എന്നിൽ സംപ്രീതനാണെങ്കിൽ അവിടുന്നാണ് എന്നോട് സംസാരിക്കുന്നതെന്നതിന് ഡാഷ് തരണം? ഉത്തരം: ഒരടയാളം. ചോദ്യം 35. 6-ാം അധ്യായം 18-ാം വാക്യപ്രകാരം ഡാഷ് ഡാഷ് അങ്ങ് ഇവിടെ നിന്ന് പോകരുത്? പൂരിപ്പിക്കുക. ഉത്തരം: ഞാൻ തിരിച്ചു വരുന്നത് വരെ. ചോദ്യം 36. ഗിദെയോൻ വീട്ടിൽ പോയി എന്തൊക്കെ ചെയ്തു? ഉത്തരം: ഒരാട്ടിൻകുട്ടിയെ പാകം ചെയ്ത് 1 ഏഫ മാവ് കൊണ്ട് പുളിപ്പില്ലാത്ത അപ്പവും ഉണ്ടാക്കി. ചോദ്യം 37. ഗിദെയോൻ എവിടെയാണ് കാഴ്ചവെച്ചത്? ഉത്തരം: ഓക്ക് മരത്തിന് കീഴിൽ. ചോദ്യം 38. ദൈവദൂതൻ ഗിദെയോനോട് 6-ാം അധ്യായം 20-ാം വാക്യപ്രകാരം എന്താണ് പറഞ്ഞത്? ഉത്തരം: ഇറച്ചിയും പുളിപ്പില്ലാത്ത അപ്പവും എടുത്ത് ഈ പാറമേൽ വയ്ക്കുക, ചാറതിന്മേൽ ഒഴിക്കുക. ചോദ്യം 39. കർത്താവിൻ്റെ ദൂതൻ 6-ാം അധ്യായം 21-ാം വാക്യപ്രകാരം എന്താണ് ചെയ്തത്? ഉത്തരം: കയ്യിലിരുന്ന വടിയുടെ അഗ്രം കൊണ്ട് ഇറച്ചിയും പുളിപ്പില്ലാത്ത അപ്പവും തൊട്ടു. ചോദ്യം 40. കർത്താവിൻ്റെ ദൂതൻ കാഴ്ചവസ്തുക്കളിൽ വടിയുടെ അഗ്രം കൊണ്ട് തൊട്ടപ്പോൾ എന്താണ് സംഭവിച്ചത്? ഉത്തരം: പാറയിൽ നിന്ന് തീ ഉയർന്ന് മാംസവും അപ്പവും ദഹിപ്പിച്ചു. ചോദ്യം 41. ദൈവദൂതൻ എപ്പോഴാണ് ഗിദെയോൻ്റെ ദൃഷ്ടിയിൽ നിന്ന് മറഞ്ഞത്? ഉത്തരം: പാറയിൽ നിന്ന് തീ ഉയർന്നപ്പോൾ. തീ ഉയർന്ന് അപ്പവും മാംസവും ദഹിപ്പിച്ചപ്പോൾ. ചോദ്യം 42. ദൈവമായ കർത്താവേ, ഇതാ ഞാൻ കർത്താവിൻ്റെ ദൂതനെ മുഖത്തോട് മുഖം കണ്ടിരിക്കുന്നുവെന്ന് ആരാണ് പറഞ്ഞത്? ഉത്തരം: ഗിദെയോൻ. ചോദ്യം 43. കർത്താവിൻ്റെ ദൂതനെ ഗിദെയോൻ എപ്രകാരമാണ് കണ്ടത്? ഉത്തരം: മുഖത്തോട് മുഖം. ചോദ്യം 44. അത് കർത്താവിൻ്റെ ദൂതനായിരുന്നുവെന്ന് ഗിദെയോൻ എപ്പോഴാണ് മനസ്സിലായത്? ഉത്തരം: ദൂതൻ അവൻ്റെ ദൃഷ്ടിയിൽ നിന്ന് മറഞ്ഞപ്പോൾ. ചോദ്യം 45. ദൈവമായ കർത്താവേ, ഇതാ ഞാൻ കർത്താവിൻ്റെ ദൂതനെ മുഖത്തോട് മുഖം കണ്ടിരിക്കുന്നുവെന്ന് ഗിദെയോൻ പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞത് എന്ത്? ഉത്തരം: സമാധാനമായിരിക്കുക, ഭയപ്പെടേണ്ട, നീ മരിക്കുകയില്ല. ചോദ്യം 46. ഗിദെയോൻ പണിത ബലിപീഠത്തിൻ്റെ പേർ? ഉത്തരം: യാഹ്വേ ഷലോം. ചോദ്യം 47. യാഹ്വേ ഷലോം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്?
ഉത്തരം അബിയേസർ വംശജരുടെ ഓഫ്രായിൽ. ചോദ്യം 48. കർത്താവ് പറഞ്ഞതനുസരിച്ച് ഗിദെയോൻ അർപ്പിച്ച ബലി എന്തായിരുന്നു? ഉത്തരം തൻ്റെ പിതാവിൻ്റെ 7 വയസ്സുള്ള രണ്ടാമത്തെ കാളയെ. ചോദ്യം 49. നിന്റെ പിതാവ് ഉണ്ടാക്കിയിട്ടുള്ള എന്ത് ഇടിച്ചു നിരത്താനാണ് ഗിദെയോനോട് പറഞ്ഞത്? ഉത്തരം ബാലിൻ്റെ യാഗപീഠം. ചോദ്യം 50. എന്ത് വെട്ടി വീഴ്ത്താനാണ് ഗിദെയോനോട് കർത്താവ് പറഞ്ഞത്? ഉത്തരം അശേര പ്രതിഷ്ഠ. ചോദ്യം 51. ഗിദെയോൻ ആരെ കൂട്ടിയാണ് കർത്താവ് പറഞ്ഞതുപോലെ ചെയ്തത്? ഉത്തരം വേലക്കാരിൽ 10 പേരെ കൂട്ടി. ചോദ്യം 52. ഗിദെയോൻ മരിക്കണമെന്ന് പറഞ്ഞത് ആരാണ്? ഉത്തരം പട്ടണവാസികൾ. ചോദ്യം 53. പ്രഭാതത്തോടെ ആർ വധിക്കപ്പെട്ടു എന്നാണ് യോവാഷ് പറഞ്ഞത്? ഉത്തരം ബാലിന് വേണ്ടി നിൽക്കുന്നവൻ. ചോദ്യം 54. അതിരാവിലെ പട്ടണവാസികൾ ഉണർന്നപ്പോൾ ബാലിൻ്റെ യാഗപീഠത്തിന് എന്ത് സംഭവിച്ചു? ഉത്തരം ബാലിൻ്റെ യാഗപീഠം തകർന്നിരിക്കുന്നു. ചോദ്യം 55. അശേര പ്രതിഷ്ഠയ്ക്ക് അതിരാവിലെ പട്ടണവാസികൾ ഉണർന്നപ്പോൾ എന്ത് സംഭവിച്ചു? ഉത്തരം അശേര പ്രതിഷ്ഠ നശിച്ചിരിക്കുന്നു. ചോദ്യം 56. പട്ടണവാസികൾ യോവാഷിനോട് 6-ാം അധ്യായം 30-ാം വാക്യപ്രകാരം എന്താണ് പറഞ്ഞത്? ഉത്തരം നിന്റെ മകൻ ബാലിൻ്റെ യാഗപീഠം ഇടിച്ചു നശിപ്പിച്ചു, അടുത്തുള്ള അശേരായെ വെട്ടിവീഴ്ത്തി, അവനെ ഇവിടെ കൊണ്ടുവരിക, അവൻ മരിക്കണം. ചോദ്യം 57. ഗിദെയോൻ ബാലിൻ്റെ യാഗപീഠം ഇടിച്ചു കളഞ്ഞതിനാൽ അവന് എന്ത് പേരാണ് ലഭിച്ചത്? ഉത്തരം ജെറുബ്ബാൽ. ചോദ്യം 58. ജെറുബ്ബാൽ എന്നതിൻ്റെ അർത്ഥമെന്ത്? ഉത്തരം ബാൽ തന്നെ അവനെതിരായി മത്സരിക്കട്ടെ എന്ന്. ചോദ്യം 59. മിദ്യാൻകാരും അമലേക്കരും പൗരസ്ത്യരും ജോർദാൻ കടന്ന് എവിടെയാണ് താവളം അടിച്ചത്? ഉത്തരം ജസ്രയേൽ താഴ്വരയിൽ. ചോദ്യം 60. 6-ാം അധ്യായം 34-ാം വാക്യപ്രകാരം കർത്താവിൻ്റെ ആത്മാവ് ആരിലാണ് ആവസിച്ചത്? ഉത്തരം ഗിദെയോനിൽ. ചോദ്യം 61. ആരാണ് കാഹളം ഊതിയത്? ഉത്തരം ഗിദെയോൻ. ചോദ്യം 62. ഗിദെയോനെ പിന്തുടരാൻ ആരെയാണ് ആഹ്വാനം ചെയ്തത്? ഉത്തരം അബിയേസർ വംശജരെ. ചോദ്യം 63. സന്ദേശവാഹകരെ അയച്ചത് എവിടേക്കെല്ലാമാണ്? ഉത്തരം മനാസെ ഗോത്രത്തിനും ആഷ്, സെബല്ലൂൺ, നഫ്താലി എന്നീ ഗോത്രങ്ങളിലേക്കും. ചോദ്യം 64. ആഷ്, സെബല്ലൂൺ, നഫ്താലി എന്നീ ഗോത്രങ്ങളിലേക്കും ഗിദെയോൻ സന്ദേശവാഹകരെ അയച്ചപ്പോൾ അവരും ചെയ്തത് എന്ത്? ഉത്തരം അവരും വന്നു ചേർന്നു. ചോദ്യം 65. അങ്ങ് പറഞ്ഞതുപോലെ ഇസ്രായേലിനെ എൻ്റെ കയ്യാൽ വീണ്ടെടുക്കുമെങ്കിൽ ഇതാ എന്ത് ഞാൻ കളത്തിൽ വിരിക്കുമെന്നാണ് ഗിദെയോൻ പറഞ്ഞത്? ഉത്തരം ആട്ടിൻ രോമം കൊണ്ടുള്ള ഒരു വസ്ത്രം ഞാൻ കളത്തിൽ വിരിക്കുന്നു എന്ന്. ചോദ്യം 66. കളത്തിൽ വിരിക്കുന്ന ആട്ടിൻ രോമം കൊണ്ടുള്ള വസ്ത്രത്തിൽ മാത്രം മഞ്ഞ് കാണപ്പെടുകയും കളം മുഴുവൻ ഉണങ്ങിയിരിക്കുകയും ചെയ്താൽ എന്ത് ഞാൻ മനസ്സിലാക്കുമെന്നാണ് ഗിദെയോൻ പറഞ്ഞത്? ഉത്തരം അങ്ങ് പറഞ്ഞതുപോലെ ഇസ്രായേലിനെ ഞാൻ വീണ്ടെടുക്കുമെന്ന്. ചോദ്യം 67. വസ്ത്രത്തിൽ മാത്രം മഞ്ഞ് കാണപ്പെട്ടപ്പോൾ ഗിദെയോൻ ചെയ്തതെന്ത്? ഉത്തരം അതിരാവിലെ ഗിദെയോൻ എഴുന്നേറ്റ് വസ്ത്രം പിഴിഞ്ഞ് ഒരു പാത്രം നിറയെ വെള്ളമെടുത്തു. ചോദ്യം 68. 6-ാം അധ്യായം 39-ാം വാക്യമനുസരിച്ച് അങ്ങയുടെ കോപം എൻ്റെ നേരെ ജ്വലിക്കരുത്, ആരുടെ കോപം ആരുടെ മേൽ ജ്വലിക്കരുതെന്നാണ് പറയുന്നത്? ഉത്തരം ദൈവത്തിൻ്റെ കോപം ഗിദെയോൻ്റെ നേരെ. ചോദ്യം 69. ഒരു പ്രാവശ്യം കൂടി രോമവസ്ത്രം കൊണ്ട് പരീക്ഷണം നടത്തട്ടെ, ആര് ആരോടാണ് പറഞ്ഞത്? ഉത്തരം ഗിദെയോൻ ദൈവത്തോട്. ചോദ്യം 70. ന്യായാധിപന്മാർ 6-ാം അധ്യായം 40-ാം വാക്യപ്രകാരം ദൈവം ആ രാത്രിയിൽ അങ്ങനെ തന്നെ ചെയ്തു. എങ്ങനെ ചെയ്തു എന്നാണ് പറയുന്നത്? ഉത്തരം വസ്ത്രം മാത്രം ഉണങ്ങിയും നിലം മുഴുവനും മഞ്ഞുകൊണ്ട് നനഞ്ഞും ഇരുന്നു. ഏവർക്കും നന്ദി.